എൻ്റെ പേര് വിനോദ്. നഴ്സിംഗ് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി. പക്ഷേ നൈറ്റ് ഡ്യൂട്ടിയാണ്. മോർച്ചറിയിൽ ആരും പോകാൻ മടിക്കുന്ന സ്ഥലം. സീനിയർ വാർഡൻ ചാക്കോ ചേട്ടൻ പറഞ്ഞു, മോനെ 3 കാര്യം ഓർക്കണം. 1, രാത്രി 2 മണിക്ക് ഫീസർ നമ്പർ 7 തുറക്കരുത്. 2, ആരെങ്കിലും പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കരുത്. 3, ട്രോളിയുടെ ചക്രം ഉരുളുന്ന ശബ്ദം കേട്ടാൽ അനങ്ങാതെ നിൽക്കണം. ഞാൻ ചിരിച്ചു പേടിക്കാൻ പറയുന്നതാണെന്ന് കരുതി. മോർച്ചറി ബേസ്മെന്റിൽ ആണ്. ലിഫ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഫോർമാലിൻ്റെ മണം മൂക്കിലേക്ക് ഇടിച്ചു കയറും. തണുപ്പ് എല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും. 12 ഫീസറുകൾ, ഓരോന്നിലും ഓരോ ബോഡി. രാത്രി 1:55 ആയപ്പോഴേക്കും എല്ലാം ശാന്തം. പെട്ടെന്നൊരു ശബ്ദം. ഫീസർ നമ്പർ 7ൻ്റെ അലാറം. ടെമ്പറേച്ചർ കൂടുന്നു. ചാക്കോ ചേട്ടൻ പറഞ്ഞത് ഓർത്തു. പക്ഷേ ബോഡി കേടായാൽ എൻ്റെ ജോലി പോകും. പതിയെ ചെന്ന് നോക്കി. ഡിസ്പ്ലേയിൽ +4 ഡിഗ്രി. ഫീസറിൽ -10 ഡിഗ്രി ആവണം. വിറക്കുന്ന കൈയോടെ ഞാൻ വാതിൽ തുറന്നു. അകത്ത് ഒരു സ്ത്രീ. ഒരു 25 വയസ്സ് തോന്നിക്കും. ആക്സിഡന്റ് കേസ്. തല പകുതി ചെരിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തുന്നിക്കെട്ടിയ വരകൾ. കണ്ണ് പാതി തുറന്നിരിക്കുന്നു. ഞാൻ താപനില നോക്കാൻ കുനിഞ്ഞതും അവളുടെ കൈ എൻ്റെ കൈത്തണ്ടയിൽ മുറുകി. ഐസ് പോലെ തണുത്ത വിരലുകൾ. ചത്ത് മരവിച്ച മനുഷ്യൻ്റെ പിടുത്തമല്ലാതെ ജീവനുണ്ട്. അവളുടെ ചുണ്ടുകൾ അനങ്ങി. ശബ്ദമില്ല, പക്ഷെ വ്യക്തമായി മനസ്സിലായി. തണുക്കുന്നു, അടയ്ക്കരുത്, പുറത്തെടുക്ക്. ഞാൻ അലറി പിറകോട്ട് വീണു. വാതിൽ വലിച്ചടച്ചു. കൈത്തണ്ടയിൽ നീലിച്ച 5 വിരൽപ്പാട്. രാത്രി 2:17. കൺട്രോൾ റൂമിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ട്രോളിയുടെ ചക്രം മോർച്ചറിയുടെ വരാന്തയിലൂടെ ആരോ ഉന്തിക്കൊണ്ടുവരുന്നു. ഞാൻ മാത്രമേ ഡ്യൂട്ടിയിലുള്ളൂ. ചാക്കോ ചേട്ടൻ പറഞ്ഞത് ഓർത്ത് അനങ്ങാതെ നിന്നു. ശബ്ദം എൻ്റെ ക്യാബിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഡോറിൻ്റെ ഗ്ലാസ്സിലൂടെ കണ്ടു. ട്രോളിയിൽ ഫീസർ നമ്പർ 7ലെ ആ സ്ത്രീ കിടക്കുന്നു. പക്ഷെ അവളുടെ തല എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കണ്ണ് പൂർണ്ണമായും തുറന്ന്. ട്രോളി ആരും ഉന്തുന്നില്ല, തനിയെ വന്നതാണ്. പിന്നെ ഗ്ലാസ്സിൽ വിരൽ കൊണ്ട് എഴുതി. അവിടെ പിടിച്ച ഗ്ലാസ്സിൽ ഉള്ളിൽ നിന്ന് വിനോദ്, എൻ്റെ പേര്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ചാക്കോ ചേട്ടൻ പറഞ്ഞത് ഓർത്തു. പിറകിൽ നിന്ന് അവളുടെ ശബ്ദം, ഇത്തവണ വ്യക്തം, ചെവിയിൽ. ഞാൻ മരിച്ചിട്ടില്ല മോനെ. അവർ ജീവനോടെ കീറി. പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് ഞാൻ എല്ലാം അറിഞ്ഞു. വേദന, വേദന. പിറ്റേന്ന് ഞാൻ ഫയൽ പരിശോധിച്ചു. ഫീസർ 7. പേര് രേവതി. വയസ്സ് 24. കോട്ടയം കുമളി റൂട്ടിൽ ബസ് ആക്സിഡന്റ്. സ്പോട്ടിൽ മരിച്ചെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ നഴ്സ് റിപ്പോർട്ട് ഒരു വരി. ബോഡി എത്തിച്ചപ്പോൾ പൾസ് ഉണ്ടായിരുന്നു. 0.5 സെക്കൻഡ്. അവർ ധൃതിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. ജീവനോടെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയപ്പോഴാണ് ശരിക്കും മരിച്ചത്. ഫയലിൻ്റെ അവസാനം ചുവന്ന മഷിയിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നു, ഡിസ്പോസൽ ഇമ്മീഡിയറ്റ്, കേസ് ക്ലോസ്ഡ്, നോ റിലേറ്റീവ്സ്. ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. അവസാനം രാത്രി സാധനങ്ങൾ എടുത്ത് ഇറങ്ങാൻ നേരം കറണ്ട് പോയി. എമർജൻസി ലൈറ്റ് മാത്രം ചുവന്ന വെട്ടം. എല്ലാ ഫീസറുകളും തനിയെ തുറന്നു. ഫീസറിൻ്റെ അകത്ത് കിടന്ന 12 ബോഡിയും എഴുന്നേറ്റിരുന്നു. എല്ലാവരുടെയും കണ്ണ് എൻ്റെ നേരെ. രേവതി ട്രോളിയിൽ നിന്നും ഇറങ്ങി നടന്നു വന്നു. തുന്നിക്കെട്ടിയ വരകളിൽ നിന്നും കറുത്ത ദ്രാവകം ഒലിക്കുന്നു. അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്ന് എൻ്റെ കൈ പിടിച്ചു. വാ മോനെ, നിനക്ക് തണുക്കണ്ടേ? ഞങ്ങൾക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല, നീ വാ. അവളുടെ പുറകിൽ ബാക്കി 11 പേരും കൈ നീട്ടി നിൽക്കുന്നു. ഞാൻ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. ലിഫ്റ്റ് വർക്കായില്ല. കോണിപ്പടി കയറി ഓടി. പുറകിൽ 12 പേരുടെ കാൽപെരുമാറ്റം. ടക് ടക്. ഗേറ്റിന് പുറത്ത് കടന്നതും ബോധം പോയി. അതിനുശേഷം ഞാൻ ആ ജോലി വിട്ടു. ഇപ്പോൾ ഒരു ക്ലിനിക്കിലാണ്. പക്ഷേ പ്രശ്നം തീർന്നില്ല. രാത്രി 2 മണിയാകുമ്പോൾ എൻ്റെ മുറിയിലെ ഫ്രിഡ്ജ് തനിയെ തുറക്കും. അകത്ത് വെളിച്ചമില്ല. പക്ഷേ ഐസ് കട്ടകൾക്കിടയിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീളും. 5 വിരൽ. എൻ്റെ കൈത്തണ്ടയിൽ ഇപ്പോഴും ആ നീലിച്ച പാടുണ്ട്. രാത്രിയാകുമ്പോൾ ആ പാട് തണുക്കും. എന്നിട്ട് ഒരു സ്വരം കേൾക്കും, വിനോദ്, ഫീസർ 7 തണുക്കുന്നു, വന്ന് അടയ്ക്ക്.